മനസ്സിലാക്കും. ചുൾബുൾ, ഞങ്ങള് സ്കൂൾ പിക്നിക്കിന് മൗണ്ടെയിൻ റെയിലിലേക്ക് പോവാ. നീ അപ്പൂപ്പന്റെ അടുത്ത് വികൃതിയൊന്നും കാണിക്കരുത് കേട്ടോ. ഞാനും വരും. ഞാനിവിടെ എന്ത് ചെയ്യാനോ? ഞങ്ങൾക്ക് നിന്നെ ഞങ്ങളെ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാ. നീ പോയിക്കോ, ഞാൻ വന്നോളാം. ജിണ്ടുവിനെ വിളിക്ക്, അവൻ എന്നെ കൊണ്ടുവരും. എനിക്കും വരണം വീർ. കൂട്ടുകാർക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് പ്രണാമം. എന്ത് പറഞ്ഞാലും ചെയ്യും ഞാൻ. ജണ്ടു എന്നാണ് എന്റെ പേര്. ജിണ്ടുദേ, അത് കണ്ടില്ലേ? വണ്ടി പോകുന്നു. എനിക്കും പോകണം. എങ്കിൽ നീയും പോക്കോ. കാറിന്റെ അകത്തിരുന്ന് പോവാൻ പറ്റില്ല. അപ്പൊ മോളിലിരുന്ന് പോവാലോ. വണ്ടിയുടെ മേലെ ചുൾബുളുണ്ട്. എന്റെ ജിണ്ടു, ചുൾബുളിന് വണ്ടിയുടെ കൂടെ അല്ല പിക്നിക്കിന് പോണ്ടത്. വേഗം അവനെ അതിൽ നിന്ന് ഇറക്ക്. സോറി ബോസ്, ഞാൻ വിചാരിച്ചത് അവന് വണ്ടിയുടെ കൂടെ പോണോന്നാ. അല്ലാതെ ഒറ്റയ്ക്ക് പിക്നിക്കിന് പോയ ഒരു രസമില്ലല്ലോ. ചുൾബുൾ എവിടെ പോയി? വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യന് പേടിപ്പിച്ചോളും. ജിണ്ടു, ചുൾബുൾ എവിടെ പോയി? ഞാൻ അവനെ പിക്നിക്കിന് അയച്ചു. ജിണ്ടു, അവനെതിരെ ഒറ്റയ്ക്ക് അയച്ചത്. അവൻ എന്റെ കൂടെ പിക്നിക്കിന് വരാൻ ആഗ്രഹിച്ചത്. എന്റെ ബോസ്, എങ്കിൽ പിന്നെ ഇതൊക്കെയല്ലേ ആദ്യം പറയേണ്ടത്. ഇന്നാ പിടിച്ചോ. എന്നെ രക്ഷിക്കേ. എനിക്ക് പിക്നിക്ക് വേണ്ട. ചുൾബുൾ, നീ എന്തിനാ കരയുന്നത്? നീ വന്നോ? താങ്ക് ഗോഡ്. ഈ ചുണ്ടിനെ വെറുതെ വിടില്ലോ. ബോസ്, പിക്നിക്കിന് വേണ്ടി ഇനിയും സാധനങ്ങൾ വല്ലതും വേണോ? ജിണ്ടു, ഞങ്ങൾക്ക് ഇവിടെയല്ലേ പിക്നിക്കിന് വരേണ്ടത്. മൗണ്ടെയിൻ റെയിൽ റിസോർട്ടിൽ. ചുൾബുൾ, നിനക്ക് അറിയോ ഇന്ന് ഇമ്മിലി എയറോപ്ലെയിനിലാ വരുന്നേ? അതെയോ? എയറോപ്ലെയിനിലോ? കൊള്ളാലോ. പക്ഷെ അവള് എവിടെയാ പോയത്? അവൾ അവളുടെ ഫാമിലിയുടെ കൂടെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഷിംലയില് പോയതാ. കണ്ടോ, എനിക്ക് ബോൾ ഇവിടെ നിൽക്കിയത് മേളില് വരെ എത്തിക്കാൻ പറ്റും. കണ്ടില്ലേ ചുൾബുൾ? ഇതാണ് ഇത്ര വലിയ കാര്യം. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ബോൾ തിരിച്ചെടുക്കാനായിട്ട് നീ വേണേ മുകളിൽ പോയി നിക്ക്. പോവാം. പക്ഷെ നിനക്ക് അവിടം വരെ ഒന്നും ബോൾ അടിക്കാൻ പറ്റില്ല. ഈ ഫുട്ബോൾ ഇതാരുടെയാ? ഇനി വണ്ടിയുടേതായിരിക്കോ? എന്റെ എന്റെ ഉന്തുവണ്ടി കൊണ്ട് പോകുന്നേ. എപ്പോഴെങ്ങനെ ഓരോ കാര്യം ഒപ്പിച്ചു വെക്കുന്നേ? അതാ എനിക്കും അറിയാത്തത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുവോ? കള്ളനെ പിടിക്കോ. വണ്ടി അതെനിക്ക് നിക്കണോ? എന്നെ കഴിഞ്ഞോടോ തന്റെ ഓട്ടോ ഒക്കെ? ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഷിംലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് ചെയ്യായിരുന്നു വീർ. ഞങ്ങള് കളിക്കായിരുന്നു അപ്പൂപ്പാ. എന്നും നിന്റെ കൂട്ടുകാരി ഇംലി ഇങ്ങോട്ട് വന്നില്ലേ? അവളിപ്പോ പ്ലെയിനിലായിരിക്കും. ഷിംലയിൽ നിന്ന് വന്നോണ്ടിരിക്കുക. അവളുടെ പ്ലെയിന് ലാൻഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എന്താ? ഷിംലയിൽ നിന്നും വരുന്ന പ്ലെയിൻ പ്രശ്നത്തിലാണല്ലോ. അതിന്റെ വീല് തുറന്നു വരുന്നില്ലത്രേ. അതുകൊണ്ട് അതിന് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, ഇപ്പൊ ന്യൂസിൽ അത് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിപ്പോൾ കിട്ടിയ പുതിയ വാർത്ത, ഷിംലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിന് മുൻപിലത്തെ വീലുകൾ തുറക്കുന്നില്ല. ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് വീർ ജിണ്ടുവിനെ വിളിക്കുന്നതാ നല്ലത്. നിങ്ങൾ എന്ത് ചെയ്യാ വീർ? നിങ്ങൾ എനിക്ക് ഇതുപോലെ ക്യാരറ്റ് എറിഞ്ഞു തരുവാണെങ്കിൽ ഞാനും അതുപോലെ ക്യാച്ച് പിടിച്ച് കാണിച്ചു തരാം. എന്നാ ശരി, ചെല്ല്. ആ മരത്തിൽ പോയിരിക്കും, ഞാൻ ക്യാരറ്റ് എറിഞ്ഞുതരാം.
ചുൾബുളിന് മര്യാദക്ക് നടക്കാൻ പോലും അറിയില്ല. അപ്പഴാ മരത്തെ കയറാൻ പോകുന്നേ. ഇന്നെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദക്ക് വണ്ടി ഓടിക്കണം. കണ്ടിട്ട് ഇന്നത്തെ ദിവസം മാടി പൊളിയാവുമെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? വീർ, നിങ്ങളിവിടെ എന്ത് ചെയ്യാ? ഞാൻ ആപ്പിള് കഴിക്കാം. വേഗം എനിക്കും 2-3 ആപ്പിളിങ് താ. എനിക്ക് ആപ്പിൾ ഒരുപാട് ഇഷ്ടമാ. ഇവിടുന്ന് ആപ്പിള് താഴോട്ട് എറിഞ്ഞേരാൻ പറ്റില്ല. അത് വളരെ പ്രശ്നമായി മാറും. നീ ആപ്പിൾ എറിഞ്ഞ് തന്നില്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് കയറി വരും. ഞാൻ മുകളിലേക്ക് കയറി വരുന്നത് നിനക്ക് നല്ലതിനാവില്ല. എന്നാ ശരി, ഇന്ന് പിടിച്ചോ. ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് അമ്മയോട് ജനവാതിൽ അടിക്കാൻ പറയട്ടെ. ഇല്ലെങ്കിൽ ഇവര് വീട്ടിൽ കയറും. ഈ കുരങ്ങന്മാർ ആളുകളൊക്കെ ശല്യം ചെയ്യാണല്ലോ. ഇവരെങ്ങനെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം. ഇവരെ ഓടിക്കാൻ ജിണ്ടുവിനെ കൊണ്ട് ചിലപ്പോ സാധിക്കും. കൂട്ടുകാർക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് പ്രണാമം. എന്ത് പറഞ്ഞാലും ചെയ്യും ഞാൻ. ജിണ്ടു എന്നാണ് പേര്. ഈ കുരങ്ങന്മാർ ഇവിടെയുള്ള എല്ലാവരും ശല്യം ചെയ്യാം. വേഗം എനിക്ക് ബോള് പാസ് ചെയ്യിച്ചോൾ. അതിനെന്താ ചെയ്യാലോ? ഇതാ പിടിച്ചോ, വിറ്റമിൻ എയുടെ ശക്തി. എന്നാ ഇതാ പിടിച്ചോ, ഇലക്ട്രിക് പവറുടെ ശക്തി. എവിടുന്നാണോ വരുന്നത്? വന്നു കയറാൻ എന്നെ നെഞ്ച കിട്ടിയുള്ളൂ. നിന്നെ ഇടിച്ച് ഞാൻ ഹെലികോപ്റ്ററിലാക്കിയില്ലെങ്കിൽ എന്റെ പേര് ഗുസ്തിക്കാരൻ പരമ്പൊന്നല്ല. മനസ്സിലായോ? എന്നോട് കളിക്കാൻ നിൽക്കരുത്. അയ്യോ, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? അങ്കിൾ ആ കുസ്തിക്കാരന്റെ ദേഹത്തെ എടുത്ത് ചാടാൻ പാടില്ലായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. എന്റെ ദേഹത്തോട്ട് ഫുട്ബോൾ ആരാ അടിച്ചതെന്ന് ആദ്യം പറ. അവന്റെ എല്ലൊടിച്ച് സൂപ്പ് വയ്ക്കും ഞാൻ ഇന്ന്. ആരാന്ന് പറ. ആരാ എന്റെ ദേഹത്ത് ഫുട്ബോൾ വെച്ച് അടിച്ചത്? ഇവരെന്തിനാ ഓടിപ്പോയത്? ഒരു ദുഃഖവാർത്തയുണ്ട്. നമ്മുടെ സ്കൂളിൽ ഒരു കള്ളൻ കടന്നുകൂടിയിട്ടുണ്ട്. ആ കള്ളൻ ദിവസവും കുട്ടികളുടെ ബാഗിൽ നിന്നും അവരുടെ ബുക്സുകൾ, പെന്നുകൾ, ടിഫിനുകൾ, പിന്നെ ടീച്ചേഴ്സിന്റെ ബാഗിൽ നിന്നും അവരുടെ പേഴ്സുകൾ, മൊബൈലുകൾ, ഇങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇത് കാരണം എല്ലാ സ്റ്റുഡൻസും പിന്നെ ടീച്ചേഴ്സും വളരെ ദുഃഖിതരാണ്. ഞങ്ങൾ കള്ളനെ പിടിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും കള്ളൻ തന്ത്രശാലിയാണ്. അതുകൊണ്ട് അവനെ ഇതുവരെ പിടിക്കാനും സാധിച്ചിട്ടില്ല. പോലീസിന് വിവരമറിയിക്കാന്ന് വെച്ചാ അത് നമ്മുടെ സ്കൂളിന് തന്നെ ചീത്തപ്പേരാണ്. എന്താ ഇപ്പൊ ചെയ്യാ? സർ, ഞാൻ ആ കള്ളനെ പിടിക്കാം. അതും വെറും 2 ദിവസം കൊണ്ട്. പക്ഷേ നിനക്കിങ്ങനെ ഇത്ര കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നത്? ഇവിടെയുള്ള ടീച്ചേഴ്സ് മുഴുവനും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കള്ളനെ നീ 2 ദിവസം കൊണ്ട് പിടിക്കുമെന്നോ? അത് പിന്നെ സർ, ഞാനിവിടെ ചിന്തിക്കുന്നത് പോലെ ആ കള്ളൻ അവിടെ നിന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. തിങ്ക് പോസിറ്റീവ്, എവറിത്തിങ് ഈസ് പോസിബിൾ. സാർ, ഇപ്പൊ വീറിന് സ്വയമേ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? ഞാനും പിടിക്കും ആ കള്ളനെ. സാർ, എനിക്ക് കള്ളനെ പിടിക്കുന്നതിൽ നല്ല നോളജ് ഉണ്ട്. ഞാൻ ഒരുപാട് ചാരന്മാരുടെ കോമിക് കഥകളൊക്കെ വായിക്കാറുള്ളതാ. അതായത് ജെയിംസ് ബോണ്ട്, ഡിങ്കൻ, കായംകുളം കൊച്ചുണ്ണി, അങ്ങനെ കൊറേ. ഓക്കെ, ഐ ലൈക്ക് യുവർ കോൺഫിഡൻസ്. ഞാൻ നിങ്ങൾ 2 പേർക്കും 2 ദിവസം സമയം തരാം. നിങ്ങൾ ഇപ്പോൾ 2 ദിവസത്തിനകം കള്ളനെ പിടിക്കുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ അത് നമ്മുടെ സ്കൂളിനും സ്റ്റാഫ്സിനും വളരെ ചീത്തപ്പേരാണ്.